അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 11-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫഅ്തറഫു, അങ്ങനെ അവർ സമ്മതിച്ചു, ബിദംബിഹിം, അവരുടെ കുറ്റം, ഫസുഹ്കൻ, അപ്പോൾ നാശം തന്നെ, ലി അസ്ഹാബി, ആളുകൾക്ക്, അവകാശികൾക്ക്, അസഈർ, നരകത്തിൻ്റെ. ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ നരകാവകാശികളാകുമായിരുന്നില്ല എന്നാണ് മുൻ സൂക്തത്തിൽ സത്യനിഷേധികൾ നരകത്തിൽ നിന്ന് വിലാപസ്വരത്തിൽ പറഞ്ഞതായി അള്ളാഹു ഉദ്ധരിച്ചത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവർ അവരുടെ കുറ്റം സമ്മതിച്ചു. ഫഅ്തറഫു ബിദംബിഹിം, സ്വന്തം കുറ്റം മറ്റുള്ളവരുടെ മേൽ ചാരി രക്ഷപ്പെടാൻ പരലോകത്ത് സാധ്യമാവുകയേ ഇല്ല. എല്ലാ തെറ്റുകുറ്റങ്ങളും തെളിവ് സഹിതം സ്വന്തം അവയവങ്ങളും ഭൂമിയും വരെ സാക്ഷിയായി മുന്നിൽ വരുമ്പോൾ ദുനിയാവിൽ സത്യവിശ്വാസികളെ പരിഹസിക്കുകയും തങ്ങൾ മാത്രമാണ് ബുദ്ധിശാലികൾ എന്ന് ഭാവിക്കുകയും ചെയ്ത ഇക്കൂട്ടരുടെ അഹങ്കാരം പൂർണ്ണമായും തകരുകയും തങ്ങൾ ദമ്പിൻ്റെ, കുറ്റത്തിൻ്റെ ആളുകളായിരുന്നു, കുറ്റവാളികളായിരുന്നു എന്ന് പൂർണ്ണമായും അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ ഒരു കല്ല് മുകളിലേക്കെറിഞ്ഞാൽ അത് താഴേക്ക് വീഴുക എന്നത് പ്രകൃതി നിയമമാണ്. ബുദ്ധിയും കേൾവിയും ദുരുപയോഗം ചെയ്താൽ, കേൾക്കേണ്ടത് കേട്ടില്ലെങ്കിൽ, വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചില്ലെങ്കിൽ, ചിന്തിക്കേണ്ട രൂപത്തിൽ ചിന്തിച്ച് ജീവിതത്തെ മാറ്റിയില്ലെങ്കിൽ നരകത്തിലെത്തുമെന്നത് ആത്മീയ നിയമമാണ്. ആ ആത്മീയ നിയമത്തിന് വിധേയരായി അവർ പരലോകത്ത് ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് കുറ്റമേറ്റു പറയുകയാണ്. അവിടെ ചർച്ചയില്ല, തർക്കങ്ങളില്ല, ഒന്നുമില്ല. കാരണം അള്ളാഹു നീതി പൂർത്തീകരിക്കുകയാണ്. നിർബന്ധപൂർവം ആരെയും നരകത്തിലേക്ക് അയക്കുന്നില്ല. കുറ്റവാളികൾ തങ്ങൾ ശിക്ഷക്ക് അർഹരാണ് എന്ന് സ്വന്തം നാവ് കൊണ്ട് തന്നെ സമ്മതിക്കുന്ന രംഗമാണ് ഇത്. കുറ്റം അംഗീകരിക്കുക എന്നത് ഒരു ആരാധനയാണ്, ഇബാദത്താണ്. ഭൂമിയിലാണെങ്കിൽ, തിരുത്താൻ മനസ്സുണ്ടെങ്കിൽ, പശ്ചാത്താപത്തിൻ്റെ വാതിലുകൾ തുറന്നു വച്ചിരിക്കുന്നത് ഭൗതിക ജീവിതത്തിൽ മാത്രമാണ്. പരലോകത്ത് പശ്ചാത്താപമില്ല. പരസ്യമായ കുറ്റസമ്മതമാണ് നരകാവകാശികൾ ഇവിടെ നടത്തുന്നത്. അള്ളാഹു പറയുന്നത്, ഫസുഹ്കൻ ലി അസ്ഹാബി സഈർ, അതിനാൽ തന്നെ ഈ നരകാവകാശികൾക്ക് ശാപമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കണിക പോലും ലഭിക്കാതെ അവർ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെടും. കാരുണ്യ ലോകത്തു നിന്നും എന്നേക്കുമായി പുറത്താക്കപ്പെടും. നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളുടെ സബാനിയത്തിൻ്റെ മുന്നിൽ ഈ കുറ്റസമ്മതം നടത്തുമ്പോൾ കഠിനമായ ശിക്ഷയിലേക്ക് അവർ എടുത്തെറിയപ്പെടും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ആരകറ്റപ്പെട്ടുവോ അവർക്ക് എവിടെയും ഒരു അഭയവും ഉണ്ടാവുകയേ ഇല്ല. ഈ ആയത്ത് നമുക്ക് നൽകുന്ന പാഠം, കുറ്റങ്ങൾ സമ്മതിക്കേണ്ടതും തിരുത്തേണ്ടതും ദുനിയാവിൽ വെച്ചാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് മരണത്തിന് മുമ്പ് നമുക്ക് ലഭിച്ച ജീവിതത്തിലാണ് എന്ന പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടാൽ പൂർണ്ണമായും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ മനുഷ്യരാകാൻ ഓരോരുത്തർക്കും സാധ്യമാകും. പരലോകത്ത് ഇവർ കുറ്റങ്ങൾ സമ്മതിച്ചു കഴിയുമ്പോൾ പിന്നെ സാക്ഷികളെ കൊണ്ടുവന്ന് തെളിവുകൾ നിരത്തി വിചാരണ നടത്തേണ്ട ആവശ്യം വരുന്നില്ല. ശിക്ഷ നടപ്പാക്കൽ മാത്രമേ ബാക്കിയുള്ളൂ. ഇവർ കുറ്റസമ്മതത്തിലേക്ക് എത്തുന്നതാവട്ടെ അവരുടെ എല്ലാ ധിക്കാരവും അഹങ്കാരവും തകർന്നടിഞ്ഞ് പരലോകമാകുന്ന വലിയ സത്യത്തിൻ്റെ മുന്നിൽ അവരെത്തുമ്പോഴാണ്. അള്ളാഹുവിൻ്റെ ദീൻ സത്യമായിരുന്നു എന്നും അതിനെതിരെ നിന്നത് ഞങ്ങൾ ചെയ്ത തെറ്റാണെന്നും അവർ പൂർണ്ണമായും അംഗീകരിക്കുന്ന സന്ദർഭം കൂടിയാണ് പരലോകത്തെ ഈ വിചാരണ സന്ദർഭം. വളരെ ദൂരേക്ക് എറിഞ്ഞു കളയുന്നതിനും പൊടിയാക്കി കളയുന്നതിനുമൊക്കെയാണ് സുഹ്കൻ എന്ന് ഭാഷയിൽ പറയുക. നരകാവകാശികളെ വെറുതെ തള്ളുകയല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അങ്ങേയറ്റം ദൂരേക്ക് ആട്ടിപ്പായിക്കുകയാണ് എന്ന ഭീതിതമായ അവസ്ഥയാണ് ഈ സുഹ്കൻ എന്ന പദത്തിലൂടെ
അള്ളാഹു വിശദീകരിക്കുന്നത്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഭൂമിയിൽ വെച്ച് തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാൻ സാധ്യമാവുകയും അതനുസരിച്ച് ഓരോ ദിവസവും നന്മയിൽ വർധന വരുത്തുകയും ചെയ്താൽ വിജയിക്കാൻ സാധ്യമാകും. വിജയം നിശ്ചയിക്കേണ്ടത് ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.